കഴിഞ്ഞ ദിവസമാണ് ഞാൻ ദി ഫ്യൂറിയസ് എന്ന് പറഞ്ഞ ചൈനീസ് മാർഷൽ ആർട്സ് സിനിമ കാണുന്നത്. ഈ സിനിമ അതിൻ്റെ ഒരു ലാംഗ്വേജ് മാൻഡറിൻ ഇംഗ്ലീഷ് മിക്സ് ഒക്കെ ആണെങ്കിലും ഈ സിനിമ ബേസിക്കലി ഒരു ഹോളിവുഡ് ഇംഗ്ലീഷ് പ്രൊഡക്ഷൻ തന്നെയാണ്. ലയൺസ് ഗേറ്റ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അതിന് കഥയൊന്നുമില്ല, സ്പോയിലേഴ്സ് ഒന്നും പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ടേക്കൺ എന്ന് പറഞ്ഞ സിനിമയുടെ സെയിം തീം തന്നെയാണ്. ഇപ്പോൾ മകളെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു അച്ഛൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഗ്ലോബൽ ഓഡിയൻസിന് എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു തീമാണ്. കാരണം നമ്മുടെ ഫാമിലിക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ചോദിക്കാൻ പറ്റുന്ന ഒരാൾ, ഇപ്പോൾ ലിയോ ആണെങ്കിലും ജയിലർ ആണെങ്കിലും ദൃശ്യമൊക്കെ ഈ സെയിം സാധനം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാവർക്കും കണക്ട് ആവുന്നത്. തുടരും അല്ലെ, ബെൻസ് ഇതേപോലെ തന്നെ മകളെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു അച്ഛനാണെങ്കിൽ കുൻഫുക്കാരനാണ്. അപ്പൊ പിന്നെ പറയണ്ടല്ലോ. അപ്പൊ ഈ സിനിമ ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ ചെയ്സിന്റെ ഇടയിൽ മകളെ ചൈൽഡ് ട്രാഫിക്കേഴ്സ് തട്ടിക്കൊണ്ടു പോവാണ്. അപ്പൊ ഈ ചെയ്സ് ഉണ്ട്, ഇതിന്റെ ഇടയിൽ ഒരു വലിയൊരു കാറ് വന്ന് ഈ അച്ഛൻ ഇടിച്ചിടുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ കഥയിൽ എന്തെങ്കിലും ഷിഫ്റ്റ് ആയിരിക്കും, അതായത് പിന്നെ അങ്ങോട്ട് ഈ അച്ഛൻ ചിലപ്പോൾ മരിച്ചു പോകും, കാരണം അമ്മാതിരി ഇടി അടിക്കുന്നത്. പക്ഷെ തൊട്ടടുത്ത സീനിൽ നോക്കുമ്പോൾ പുള്ളി പിന്നെ എണീറ്റ് പിന്നെ ഓടുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി ഇത് സംഭവം ഈ അതിമാനുഷ്യരായിട്ടുള്ള അങ്ങനത്തെ രീതിയിലാണ് പോകുന്നത്. അതായത് തെലുങ്ക് പടം പോലെ ലോജിക്കൊന്നും ഇല്ലാണ്ട് അങ്ങനെയാണ് ഇത് പോകുന്നത്. പിന്നെ ഇതിലൊരു മൊട്ടത്തലനുണ്ട് ഒരു വില്ലനായിട്ട്. അപ്പോൾ പുള്ളിയുടെ തലക്ക് ഇതുപോലെ ഹാമർ എടുത്ത് നല്ല അടി കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ച് പുള്ളി മരിച്ചെന്ന്. പിന്നെ നോക്കുമ്പോൾ പുള്ളി പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അടുത്ത സീനിൽ പിന്നെയും വരും. ഇതാണ് ഇങ്ങനെയാണ് ഒരു പരിപാടി. ഒറ്റവാക്കി പറഞ്ഞത് ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ ഐ പി മാനും ഓങ് ബാക്കും ഈ സിനിമകളൊക്കെ കൺവിൻസിങ് ആണ്. പക്ഷേ ദി ഫ്യൂറിയസ് ഒട്ടും കൺവിൻസിങ് അല്ല. നമുക്ക് കണക്ട് ആവും, പക്ഷെ കൺവിൻസിങ് അല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഐ പി മാൻ 10 പേരെ അടിച്ചിടും, പക്ഷെ അയാളൊരു ഗവൺമെന്റ് ജാപ്പനീസ് അധിനിവേശം ഉണ്ടാകുമ്പോൾ അയാൾ ഫാമിലി ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ അയാൾ നിസ്സഹായനാവുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ സിനിമ കണ്ട അപ്പോൾ നമുക്കത് കൺവിൻസിങ് ആണ്. മാത്രമല്ല ഇപ്പം ഞാനും ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ്. പക്ഷേ ഈ ഇപ്പോൾ കളരി ആണെങ്കിലും കുൻഫു ആണെങ്കിലും ഇതിങ്ങനെ ഇവർ ഭയങ്കര സംഭവമാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്ത് ഇങ്ങനെ ഫാൻറ്റസൈസ് ചെയ്ത് പോകുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താ, ഇവർ കുൻഫുക്കാർ ഭയങ്കര സംഭവമാണ്. പക്ഷേ നമുക്കറിയാം റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐ പി മാൻ 10 പേര് അടിച്ചിടുന്നത് തന്നെ ഭയങ്കര എല്ലാ എഫേർട്ടും എടുത്തു. അപ്പോൾ ഇതിൽ പക്ഷേ ഒരു ബേസും ഇല്ലാണ്ട് ഇത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അതെന്നാ സൂപ്പർ ഹീറോ മൂവിയാണോ അതുമല്ല, എന്നാൽ ഒരു മറ്റേ ഫാൻറ്റസി ആണോ അതുമല്ല. ഇതിങ്ങനെ മാർഷൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അടിപൊളിയാണെന്നുള്ളത് പറയുന്നത്. അപ്പോൾ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് ഐ പി മാൻ, ഓങ് ബാക്ക്, കരാട്ടെ കിഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊരു ലോജിക്ക് ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നൊരു പടമാണ്. അപ്പോൾ എനിക്കത് ബേസിക്കലി അങ്ങോട്ട് കണക്ട് ആകുന്നുണ്ട് കഥ ഇതൊക്കെ, പക്ഷെ ഒട്ടും കൺവിൻസിങ് അല്ല. പിന്നെ ഇതിൻ്റെ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെ അടിപൊളിയാണ്. അതുകൊണ്ട് നമുക്ക് ത്രൂ ഔട്ട് തന്നെ ഇങ്ങനെ പടം ഒട്ടും ബോറടിക്കാണ്ട് ഒരു അഡ്രനാലിൻ റഷോടെ ഇങ്ങനെ ഒരു ഓളത്തിന് ഇങ്ങനെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതാണ് ദി ഫ്യൂറിയസ്.